ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു സൂപ്പർ ഡ്രിങ്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി കൂട്ടാനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനും മുടിക്കും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ കുടിക്കാൻ പറ്റിയ ഒന്നാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഈ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 250 ഗ്രാം ക്യാരറ്റ് ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ഈന്തപ്പഴം ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാനൊരു 12 ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 7 കശുവണ്ടി ചേർക്കാം. ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിന് പകരം നിങ്ങൾക്ക് സോസ് പാനിൽ ഇതൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ കുക്കറിലാകുമ്പോൾ കുറച്ച് സമയം മാത്രം മതി. അതുകൊണ്ടാണ് ഞാനിവിടെ കുക്കർ എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കേണ്ടതില്ല. ഒറ്റ ഒരു വിസിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് 3/4 കപ്പ് വെള്ളം മതിയാകും. ഇനി കുക്കർ അടച്ച് സ്റ്റവിലേക്ക് എടുത്ത് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പോഴിതാ ഒരു വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായി ഒന്ന് പ്രസ് ആകണം. ആ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് തണുക്കാനായി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം നമ്മളിത് മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ഇപ്പോൾ എല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കിട്ട ബദാമിൻ്റെ തൊലി മാറ്റണം. നമ്മൾ ആദ്യം വേവിക്കാനിട്ടപ്പോൾ തൊലി മാറ്റിയിട്ടല്ല ഇട്ടത്. അതുകൊണ്ട് ബദാമിൻ്റെ തൊലി മാറ്റിയെടുക്കാം. ഇപ്പോഴിതാ ഞാൻ ബദാമിൻ്റെ തൊലി മുഴുവൻ മാറ്റിയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത കശുവണ്ടി ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റും ഈന്തപ്പഴവും ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം മാത്രമാണ് ഉള്ളത്. ആ വെള്ളം നമുക്ക് മിക്സി ജാറിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളമേ വേണ്ടിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വേവിക്കാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ചേർക്കാം. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ഒന്നുകൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. അരച്ചെടുക്കുമ്പോൾ കട്ടകളുണ്ടെങ്കിൽ ഒന്നുകൂടി അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കണം. ഇപ്പോഴിതാ ഞാൻ ഇതേ രീതിയിലാണ് അരച്ചെടുത്തത്. ഒട്ടും കട്ടകളില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇത് നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 7 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം, കേടാകില്ല. അടുത്തതായി ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ഗ്ലാസ് പാല് ചേർക്കാം. നല്ല തിക്കായിട്ടുള്ള പാല് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ പാല് നന്നായി തിളപ്പിക്കാനായി അനുവദിക്കാം. ഇപ്പോഴിതാ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം മധുരം ചേർക്കാം. മധുരം ചേർക്കണമെന്ന് നിർബന്ധമില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം മധുരം ചേർത്താൽ മതി. ഞാനിതിലേക്ക് 1 സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം കൽക്കണ്ടം വേണമെങ്കിലും ചേർക്കാം. മുതിർന്നവർക്കാണിത് തയ്യാറാക്കുന്നതെങ്കിൽ മധുരം ഒന്നും ചേർക്കേണ്ടതില്ല. മധുരം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ചേർക്കുന്നത്. അതായത് 2 ഗ്ലാസ് പാലിന് 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു പേസ്റ്റിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് കൂടുതൽ മധുരം പാലിലേക്ക് ചേർക്കേണ്ടതില്ല. കുട്ടികൾക്കാണിത് തയ്യാറാക്കുന്നതെങ്കിൽ മധുരം നോക്കിയിട്ട് ചേർത്താൽ മാത്രം മതി. പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക.
നമ്മളിതിലേക്ക് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ഇത് കാഴ്ചശക്തി കൂട്ടാനും ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കും. ഇതിൽ ധാരാളമായി വിറ്റാമിൻ എ, ഫൈബർ, ബീറ്റാ കരോട്ടിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ്. നമ്മളിതിലേക്ക് ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. പഴം കഴിക്കുന്നത് കൊണ്ട് ഹീമോഗ്ലോബിൻ കൂട്ടാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകാനും ക്ഷീണം മാറ്റുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം. അതുപോലെ നമ്മളിതിലേക്ക് ബദാം ചേർത്തിട്ടുണ്ട്. ബദാമിനെക്കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. ബദാം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും ചർമ്മത്തിനും മുടിക്കും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബദാം. ബാക്കിയുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. വെച്ചിട്ട് ഒരാഴ്ച വരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് നല്ല ചൂടോടെയും കുടിക്കാവുന്നതാണ്. അതല്ലാതെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നല്ല തണുപ്പിച്ചും കുടിക്കാവുന്നതാണ്. ടേസ്റ്റ് സൂപ്പറായിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന അടിപൊളി ടേസ്റ്റും നല്ല മണവുമാണ്. ഇത് നമുക്ക് ഡെയിലി രാവിലെ കുടിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ബൂസ്റ്റും ഹോർലിക്സ് ഒക്കെ ഇട്ട് പാല് കൊടുക്കാതെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ രാവിലെ ചായയും കാപ്പിയും ഒന്നും കുടിക്കാതെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് കുടിക്കുക. ദിവസം മുഴുവൻ ആരോഗ്യവും ഉന്മേഷവും ലഭിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ.